നമസ്കാരം. എല്ലാവർക്കും മലമ്പുഴ IT-യുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനോജ്. ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇലക്ട്രീഷ്യൻ 4th സെമസ്റ്ററിൽ പഠിക്കുവാനുള്ള സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ചാണ്. എന്താണ് സർക്യൂട്ട് ബ്രേക്കർ? എന്തിനു വേണ്ടിയാണ് സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത്? അവയുടെ പ്രവർത്തന രീതി എങ്ങനെ എന്നെല്ലാമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. Circuit breaker. It is an electrical device which make or break the electrical circuit. The circuit breaker perform the switching function. ഒരു സർക്യൂട്ട് ബ്രേക്കർ അടിസ്ഥാനപരമായി ഒരു സർക്യൂട്ടിനെ മേക്ക് ഓർ ബ്രേക്ക് ചെയ്യുന്നതിനുള്ള ഉപകരണമാണ്. ഈ സർക്യൂട്ട് ബ്രേക്കർ ചെയ്യുന്നത് ഒരു സ്വിച്ചിങ് ഓപ്പറേഷൻ ആകുന്നു. നമുക്കറിയാം, ഒരു സിംഗിൾ ഫേസ് 240 വോൾട്ട് സിസ്റ്റത്തിൽ ഒരു ലോ റൈറ്റർ സിംഗിൾ പോൾ സ്വിച്ച് ഉപയോഗിച്ച് സർക്യൂട്ടിനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും സാധിക്കും. ഈ സിംഗിൾ ഫേസ് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ് കുറവായത് കാരണം സ്വിച്ചിങ് ഓപ്പറേഷൻ നടക്കുമ്പോൾ, അതായത് സാധാ സ്വിച്ച് ഉപയോഗിച്ച് ഓണും ഓഫും ചെയ്യുമ്പോൾ സ്പാർക്കിംഗ് ഉണ്ടാകുന്നില്ല. സ്പാർക്കിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ചു മാത്രമായിരിക്കും. അതുകൊണ്ട് ഇലക്ട്രിക്കൽ ഫയർ ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. എന്നാൽ ഹെവി ലോഡ് സിറ്റുവേഷനിൽ, അതായത് ഹൈ കറന്റ് ഒഴുകുന്ന സർക്യൂട്ട് ഓൺ ഓഫ് ചെയ്യുമ്പോൾ സ്പാർക്കിംഗ് ഉണ്ടാകുന്നു. ഒരു 100 ആംപിയർ റേഞ്ചിലുള്ള കറന്റ് ഫ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഓൺ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സ്പാർക്ക് എന്തായാലും ഉണ്ടാകും. ഇത് ഇലക്ട്രിക് ഫയറിന് കാരണമാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ആർക്ക് അല്ലെങ്കിൽ സ്പാർക്ക് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്പാർക്ക് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ സ്പാർക്കിനെ ഇല്ലായ്മ ചെയ്യണം. ഇതാണ് ഒരു സർക്യൂട്ട് ബ്രേക്കർ ചെയ്യുന്നത്. സാധാ സ്വിച്ചിന് ഇപ്രകാരം സ്പാർക്ക് ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള കഴിവില്ല. ആർക്ക് കൊഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയാണ് സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നത്. ഹൈ കറന്റ് സിറ്റുവേഷനിൽ സർക്യൂട്ട് ഓൺ ഓഫ് ചെയ്യുമ്പോൾ എന്തായാലും സ്പാർക്ക് ഉണ്ടാവും. അത് ഇല്ലായ്മ ചെയ്യണം. ഇതാണ് സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു ധർമ്മം. ഇനി സർക്യൂട്ട് ബ്രേക്കറിന്റെ പ്രധാന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മേക്ക് ഓർ ബ്രേക്ക് എ സർക്യൂട്ട് ഐദർ മാനുവലി ഓർ ബൈ റിമോട്ട് കൺട്രോൾ അണ്ടർ നോർമൽ കണ്ടീഷൻ. മാനുവലായോ അല്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചോ ഒരു സർക്യൂട്ടിനെ മേക്ക് ഓർ ബ്രേക്ക് ചെയ്യുക. ഇത് നോർമൽ കണ്ടീഷനിൽ. ഇനി ഫാൾട്ട് കണ്ടീഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുക. പിന്നെ മേക്ക് എ സർക്യൂട്ട് ഐദർ മാനുവലി ഓർ ബൈ റിമോട്ട് കൺട്രോൾ അണ്ടർ ഫാൾട്ട് കണ്ടീഷൻ. ഇതും സർക്യൂട്ട് ബ്രേക്കറിന്റെ ഒരു ഫംഗ്ഷനാണ്. ഇനി സർക്യൂട്ട് ബ്രേക്കർ ഏത് മീഡിയം ഉപയോഗിച്ചാണ് ആർക്ക് കൊഞ്ച് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി പല ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. എയർ സർക്യൂട്ട് ബ്രേക്കർ, ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്നിവയാണവ. എയർ സർക്യൂട്ട് ബ്രേക്കറിൽ എയർ ആയിരിക്കും കൊഞ്ചിങ് മീഡിയം. ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആണെങ്കിൽ ഓയിൽ ആയിരിക്കും കൊഞ്ചിങ് മീഡിയം. ഒരു അഡ്വാൻസ് ആയ സർക്യൂട്ട് ബ്രേക്കറാണ് സൾഫർ ഹെക്സാഫ്ലൂറൈഡ് സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ സൾഫർ ഹെക്സാഫ്ലൂറൈഡ് ആണ്
ആർക്ക് quenching മീഡിയമായി ഉപയോഗിക്കുന്നത്. ഇവ കൂടാതെ വാക്വം ഉപയോഗിച്ചും ആർക്ക് quench ചെയ്യുന്നുണ്ട്. ഇതിനെ വാക്വം സർക്യൂട്ട് ബ്രേക്കർ എന്നു പറയുന്നു. ഇനി നമുക്ക് ഓരോ സർക്യൂട്ട് ബ്രേക്കറും എങ്ങനെയാണ്, അവയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യമായി എയർ സർക്യൂട്ട് ബ്രേക്കർ. എയർ സർക്യൂട്ട് ബ്രേക്കർ which uses either natural air or blast air as an arc quenching medium. ഇവിടെ നാച്ചുറൽ എയറോ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് എയറോ ആണ് ആർക്ക് quenching മീഡിയമായി ഉപയോഗിക്കുന്നത്. എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് സാധാരണ 15 kV വരെയാണ് എയർ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുക. ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിന് എക്സ്റ്റേണൽ പാർട്ടും ഉണ്ടായിരിക്കും, ഇന്റേണൽ പാർട്ടും ഉണ്ടായിരിക്കും. എക്സ്റ്റേണൽ പാർട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു സാധാരണ എയർ സർക്യൂട്ട് ബ്രേക്കറിന്റെ പുറമേയുള്ള ഭാഗങ്ങൾ ഓൺ ബട്ടൺ, ഓഫ് ബട്ടൺ, മെയിൻ കോണ്ടാക്ട് പൊസിഷൻ ഇൻഡിക്കേറ്റർ, എനർജി സ്റ്റോറേജ് മെക്കാനിസം സ്റ്റാറ്റസ് ഇൻഡിക്കേറ്റർ, റിസെറ്റ് ബട്ടൺ, LED ഇൻഡിക്കേറ്റേഴ്സ്, കൺട്രോളർ, കണക്ഷൻ ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റഡ് പൊസിഷൻ ലാച്ചിങ് ബാർ ലോക്കിംഗ് മെക്കാനിസം, കണക്ഷൻ ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റഡ് പൊസിഷൻ ഇൻഡിക്കേഷൻ, കണക്ഷൻ ടെസ്റ്റ് ആൻഡ് ഐസൊലേറ്റഡ് പൊസിഷൻ ഇൻഡിക്കേഷൻ കോണ്ടാക്ട്, നെയിം പ്ലേറ്റ്, ഡിജിറ്റൽ ഡിസ്പ്ലേ എനർജി സ്റ്റോറേജ് ഹാൻഡിൽ, ഡ്രോ ഔട്ട് ഇൻ ഹോൾ, റോക്കർ റെപ്പോസിറ്ററി, ട്രിപ്പ് റിസെറ്റ് ബട്ടൺ എന്നിവയാണ് എക്സ്റ്റേണൽ പാർട്ടായി നമുക്ക് ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിൽ കാണാൻ സാധിക്കുക. ഈ ഭാഗങ്ങൾ ഒരു ഇലക്ട്രീഷ്യൻ വർക്ക്ഷോപ്പിൽ എയർ സർക്യൂട്ട് ബ്രേക്കറിനെ കുറിച്ച് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിന്റെ ഇന്റേണൽ പാർട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. അവ ഷീറ്റ് സ്റ്റീൽ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ, കറന്റ് ട്രാൻസ്ഫോമർ ഫോർ പ്രൊട്ടക്ഷൻ ട്രിപ്പ് യൂണിറ്റ്, പോൾ ഗ്രൂപ്പ് ഇൻസുലേറ്റിംഗ് ബോക്സ്, ഹൊറിസോണ്ടൽ റയർ ടെർമിനൽ, പ്ലേറ്റ് ഫോർ ഫിക്സഡ് മെയിൻ കോണ്ടാക്ട്, plate for fixed arcing contact, plate for main moving contact, plate for moving arcing contact, arcing chamber, terminal box for fixed version, sliding contact for withdrawal version, protection trip unit, circuit breaker closing and opening control, closing spring, spring loading arrangement, manual releasing lever എന്നിവയാണവ. ഈ ഭാഗങ്ങൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചും ലാബിൽ വെച്ച് നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് എയർ സർക്യൂട്ട് ബ്രേക്കർ. ഒരു എയർ സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ, അത് ഫോൾട്ട് കണ്ടീഷൻ ആയാലും നോർമൽ കണ്ടീഷൻ ആയാലും, ഒരു സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ സർക്യൂട്ട് ബ്രേക്കറിലെ മെയിൻ കോണ്ടാക്റ്റുകൾക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാകുകയും ലോഡിലേക്ക് സ്പാർക്ക് മുഖേന കറന്റ് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒഴുകുന്ന ഈ കറന്റിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ കറന്റ്. ഈ സ്പാർക്കും കറന്റും ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ അത് ഇലക്ട്രിക്കൽ ഫയറിന് കാരണമാകുന്നു. ഇത് വളരെ അപകടം പിടിച്ച ഒരു സിറ്റുവേഷൻ ആണ്. ആർക്ക് ഉണ്ടാകുന്ന സമയത്ത് മെയിൻ കോണ്ടാക്റ്റുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകുന്നു. നോർമൽ വോൾട്ടേജ് അല്ല, ഒരു ഹൈ വോൾട്ടേജ്. ഇതിന് പറയുന്ന പേരാണ് ട്രാൻഷ്യന്റ് വോൾട്ടേജ് എന്ന്. ട്രാൻഷ്യന്റ് കറന്റ് ഉണ്ടാകാൻ കാരണമായ വോൾട്ടേജ് ഇങ്ങനെ ഉണ്ടാകുന്ന, അതായത് നമ്മൾ ഒരു സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകുമ്പോൾ ആർക്കുണ്ടാകും.
ഇങ്ങനെ ഉണ്ടാകുന്ന ആർക്ക് ട്രാൻഷ്യന്റ് വോൾട്ടേജ് കാരണമാണ്. ഈ ആർക്കിനെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ട്രാൻഷ്യന്റ് വോൾട്ടേജ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ട്രാൻഷ്യന്റ് വോൾട്ടേജ് കൂട്ടുകയോ വേണം. വേറൊരു കാര്യം, ആർക്ക് നിലനിർത്താൻ ആവശ്യമായ മിനിമം വോൾട്ടേജിന് പറയുന്ന പേരാണ് ആർക്ക് വോൾട്ടേജ്. അതായത് സർക്യൂട്ട് ബ്രേക്കറിന്റെ കോണ്ടാക്റ്റുകൾക്കിടയിൽ ആർക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു നിശ്ചിത വോൾട്ടേജ് വേണം. ഈ വോൾട്ടേജ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വോൾട്ടേജ് സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ ആർക്ക് ഉണ്ടാവുകയില്ല. ആർക്ക് വോൾട്ടേജിനെ ഒന്നുകിൽ കൂട്ടണം അല്ലെങ്കിൽ കുറയ്ക്കണം. ഇതാണ് ആർക്ക് കൊഞ്ച് ചെയ്യാനുള്ള മാർഗം. ഇങ്ങനെ ആർക്ക് വോൾട്ടേജ് കൂട്ടുന്നതിന് വേണ്ടി പല രീതികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നാമതായി, ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിൽ എയർ ഉപയോഗിച്ച് ആർക്ക് പ്ലാസ്മയെ തണുപ്പിക്കും. ഇങ്ങനെ തണുപ്പിക്കുമ്പോൾ ആർക്ക് നിലനിർത്തുന്നതിന് കൂടുതൽ വോൾട്ടേജ് ആവശ്യമായി വരും. ഈ വോൾട്ടേജ് കോണ്ടാക്റ്റുകൾക്കിടയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആർക്ക് ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. കൂടാതെ വേറൊരു മെത്തഡാണ് ആർക്കിനെ ഒന്നിലധികം മെനി ആർക്ക് ചൂട്ടുകളായി വിഭജിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴും ആർക്ക് വോൾട്ടേജിനെ കൂട്ടുവാൻ സാധിക്കുന്നു. കൂടാതെ വേറൊരു മെത്തേഡാണ് ആർക്ക് പാത്തിന്റെ ലെങ്ത് കൂട്ടുക എന്നത്. ഇങ്ങനെ ആർക്ക് പാത്തിന്റെ ലെങ്ത് കൂട്ടുമ്പോൾ ആർക്ക് പാത്തിന്റെ റെസിസ്റ്റൻസ് കൂടുകയും അതിന്റെ ഫലമായി കൂടുതൽ ആർക്ക് വോൾട്ടേജ് ആവശ്യമായി വരും. ആർക്ക് നിലനിർത്തണമെങ്കിൽ ആർക്കിന്റെ ലെങ്ത് കൂട്ടിയിട്ട് ആർക്ക് നിലനിർത്തണമെങ്കിൽ കൂടുതൽ വോൾട്ടേജ് ആവശ്യമായിട്ട് വരും. ഇതും ഇങ്ങനെയും ആർക്ക് വോൾട്ടേജ് കൂട്ടാവുന്നതാണ്. അടുത്തതായി ഒരു എയർ സർക്യൂട്ട് ബ്രേക്കറിന്റെ അപ്ലിക്കേഷൻസ് എവിടേക്കാണ് എന്ന് നോക്കാം. എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊവൈഡ് overcurrent and short circuit protection for electric circuit over 800 ampere to 10 kilo ampere. അതായത് 800 ആംപിയർ മുതൽ 10 കിലോ ആംപിയർ വരെ ഷോർട്ട് സർക്യൂട്ട് കറന്റ് വരുന്ന സന്ദർഭങ്ങളിൽ എയർ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തൊരു പോയിന്റ്, എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ പ്ലാന്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽ മെഷീൻസ് സച്ച് ആസ് കപ്പാസിറ്റേഴ്സ്, ജനറേറ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫോർമേഴ്സ്. കപ്പാസിറ്റേഴ്സ്, ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോർമേഴ്സ് എന്നിവയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നു. A circuit breaker is mainly used in plants where there is a risk of fire explosion. തീപിടുത്ത സാധ്യത കൂടുതലുള്ള പ്ലാന്റുകളിലും എയർ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നു. Circuit breakers are used for controlling power station auxiliaries. പവർ സ്റ്റേഷൻ എക്യുപ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലും സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നു. 15 kV വരെയുള്ള എക്യുപ്മെന്റിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയും എയർ സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കുന്നു. കൂടാതെ ലോ കറന്റ് ആൻഡ് മീഡിയം വോൾട്ടേജ് ആപ്ലിക്കേഷനിലും എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഒരു സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എത്ര തരത്തിലുണ്ട് എന്ന് നോക്കാം. എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്, 2 ടൈപ്പാണുള്ളത്. പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ എന്നിവയാണവ. പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ. ഈ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിൽ സർക്യൂട്ട് ബ്രേക്ക് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു ചാമ്പറിലാണ്. അതിനെ നമ്മൾ ആർക്ക് ചൂട്ട് എന്ന് വിളിക്കുന്നു. ഈ ആർക്ക് ചൂട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്ക് കൂളിങ്ങിന് വേണ്ടിയാണ്. റിഫ്രാക്ടറി മെറ്റീരിയൽ കൊണ്ടാണ്
ആർക്ക് ചൂട്ട് നിർമ്മിച്ചിരിക്കുന്നത്. റിഫ്രാക്ടറി മെറ്റീരിയൽസിന് ഹൈ ടെമ്പറേച്ചർ താങ്ങുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് റിഫ്രാക്ടറി മെറ്റീരിയൽ കൊണ്ട് ആർക്ക് ചൂട്ട് നിർമ്മിക്കാനുള്ള കാരണം. ഇങ്ങനെയുള്ള ഈ ആർക്ക് ചൂട്ടിനെ നിരവധി മെറ്റാലിക് സെപ്പറേഷൻ പ്ലേറ്റ് ഉപയോഗിച്ച് കമ്പാർട്ട്മെന്റുകളാക്കി മാറ്റുന്നു. ഇതിനെ നമ്മൾ ആർക്ക് സ്പ്ലിറ്റേഴ്സ് എന്ന് പറയുന്നു. ഓരോ ആർക്ക് സ്പ്ലിറ്റേഴ്സും ഒരു മിനി ആർക്ക് ചൂട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിൽ initial arc will split into a series of arc and make the arc voltage higher than the system voltage. അതായത് പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറിൽ ഇനീഷ്യൽ ആർക്കിനെ ഒരു സീരീസ് ഓഫ് ആർക്ക് ആക്കി മാറ്റുകയും അതിൻ്റെ ഫലമായി ആർക്ക് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് കൂട്ടുകയും ചെയ്യുന്നു. ഈ വോൾട്ടേജ് ഉണ്ടാകാത്തത് കൊണ്ട് ആർക്ക് സ്വയം ഇല്ലാതെയാകുന്നു. അങ്ങനെയാണ് പ്ലെയിൻ സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിക്കുന്നത്. ഈ പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കർ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ ഹൈ പ്രഷർ എയർ ആണ് ആർക്ക് കൊഞ്ചിങ് മീഡിയമായി ഉപയോഗിക്കുന്നത്. അതായത് ഹൈ പ്രഷറിലുള്ള എയർ ഉപയോഗിച്ച് ആർക്കിനെ കൊഞ്ച് ചെയ്യുക, ആർക്കിനെ ഇല്ലായ്മ ചെയ്യുക. അതാണ് ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ ചെയ്യുന്നത്. ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉപയോഗിക്കുന്നത്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ 3 തരത്തിലുണ്ട്. Depending upon the direction of air blast in relation to arc, air blast circuit breakers are classified into axial blast circuit breaker, cross blast circuit breaker, radial blast circuit breaker എന്നിങ്ങനെ 3ആക്കി തിരിച്ചിട്ടുണ്ട്. ആക്ച്വൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, ക്രോസ് ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ, റേഡിയൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. എയർ ബ്ലാസ്റ്റ് ഡയറക്ഷനെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനെ 3ആക്കി എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലെയിൻ എയർ സർക്യൂട്ട് ബ്രേക്കറുമായി കമ്പയർ ചെയ്യുമ്പോൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന്റെ ആർക്ക് കൊഞ്ചിങ് സ്പീഡ് കൂടുതലാണ്, ഹൈ ആണ്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന്റെ സൈസ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ അപേക്ഷിച്ച് കുറവാണ്. ഓപ്പറേറ്റിംഗ് സ്പീഡ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന് കൂടുതൽ ആയിരിക്കും, ഹൈ ആയിരിക്കും. ഫ്രീക്വന്റ് ഓപ്പറേഷൻ ആവശ്യമുള്ള സ്ഥലത്ത് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന്റെ മെയിൻ്റനൻസ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ അപേക്ഷിച്ച് കുറവാണ്. The duration of arc is same for all the value of current. ഫോൾട്ട് കറന്റ് വാല്യൂ എത്രയോ ആയിക്കോട്ടെ, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേഷൻ സെയിം ആയിരിക്കും. എത്ര ഫോൾട്ട് കറന്റ് ആയാലും ഒരേ ഓപ്പറേറ്റിംഗ് ടൈം ആയിരിക്കും എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടായിരിക്കുക. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൽ ഫയർ റിസ്ക് ഓയിൽ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിനേക്കാളും കുറവാണ്. The last point. The energy supplied for arc extinction is obtained from high pressure air and is independent of current to be interrupted. അതായത് ആർക്ക് കൊഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജി സപ്ലൈ ചെയ്യുന്നത് ഹൈ പ്രഷർ എയർ ആയിരിക്കും. അത് ഒരിക്കലും ഏത് കറണ്ടാണോ ഇന്ററപ്റ്റ് ചെയ്യുന്നത് അതിൽ നിന്ന് ആയിരിക്കില്ല
ആർക്ക് കൊഞ്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടുന്നത്. പ്രധാനമായി അത് മെയിനായിട്ട് ഹൈ പ്രഷർ എയർ ആണ് ആർക്ക് കൊഞ്ചിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കേഴ്സിന്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് ഹൈ പ്രഷർ എയർ ആവശ്യമാണ്. ഇങ്ങനെ എയർ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഒരു എയർ സപ്ലൈ പ്ലാന്റ് എയർ ബ്രേക്ക് സർക്യൂട്ട് ബ്രേക്കറിന്റെ കൂടെ ആവശ്യമായി വരും. പിന്നെ ഒരു എയർ കംപ്രസർ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന്റെ കൂടെ ആവശ്യമാണ്. There is a chance of a high rate of restriking voltage and current chopping. Restriking വോൾട്ടേജും കറണ്ട് ചോപ്പിങ്ങും ഹൈ ആയിരിക്കും. ഈ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിന്റെ ആർക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് പ്രോപ്പർട്ടി ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിനെ അപേക്ഷിച്ച് കുറവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് ജനറലായി പറയുവാനുള്ളത്. ഓക്കെ, താങ്ക് യു.